ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിന്റെ 50% മാർക്ക് കവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ വീഡിയോ ക്ലാസ്സും PDF നോട്ട്സും ഇപ്പൊ വീക്ക്ലി മോക്ക് ടെസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീക്ക്ലി ടോപ്പിക്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. ഇംഗ്ലീഷ് നോട്ട്സും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം 70% മാർക്കാണ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒരുപാടുണ്ട്, അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് NCERT ലിസ്റ്റ് ആണ്. പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ മെയിൻസിനും അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഫോക്കസ് ചെയ്യുന്നവര് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട NCERT ടെക്സ്റ്റ് ബുക്കിനകത്തെ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് പറയുന്നത്. ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോയാണിത്. അപ്പൊ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ ഡിഗ്രി മെയിൻസും അടുത്ത പ്രിലിംസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് പ്രിലിംസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് തുടങ്ങാം. പറയുന്ന ഒരു കാര്യം, ചില ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് 6th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ വേണം. പക്ഷെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കാണുന്ന പല ക്വസ്റ്റ്യൻസും 7ാം ക്ലാസ്, പ്രധാനമായിട്ടും 9ഉം 10ഉം ക്ലാസ്സുകളും +1 +2 ക്ലാസ്സുകളിലെ NCERT ചോദ്യങ്ങളാണ് കാണുന്നത്. എങ്കിലും നമുക്ക് ഒഴിവാക്കേണ്ട ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 7ാം ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നത് നന്നായിരിക്കും. 7ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 1ാമത്തെ ചാപ്റ്റർ ന്യൂ കിങ്സ് ആൻഡ് കിങ്ഡം, ഡൽഹി സുൽത്താന്, മുഗൾ എംപയർ, റൂളേഴ്സ് ആൻഡ് ബിൽഡിങ്സ്. ഇതിനകത്ത് ഈ മുഗൾ എംപയർ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വന്ന് കാണാറുള്ളത്. റൂളേഴ്സും ബിൽഡിങ്സും ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ 2 സെക്ഷൻസും ഈ 1ാമത്തെ ചാപ്റ്ററും ഒന്ന് വായിച്ചു വിടുക. ഡൽഹി സുൽത്താൻസ് ചോദ്യങ്ങൾ തീരെ കുറവാണ്. 8ാം ക്ലാസ്സിലേക്ക് വരുമ്പം ഹൗ, വെൻ ആൻഡ് വെയറും, ഫ്രം ട്രേഡ് ടു ടെറിട്ടറി, കമ്പനി എസ്റ്റാബ്ലിഷ് പവർ, നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയിട്ടൊക്കെ പറയുന്ന അവിടെയാണ്. റൂളിംഗ് ദ കൺട്രി സൈഡ്, ട്രൈബൽ ഡിക്കൂസ് ആൻഡ് വിഷൻ ഓഫ് ഗോൾഡ് ഏജ്, ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. അതുപോലെ ഈ ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ പാഠത്തിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ വെൻ പീപ്പിൾ റിബൽ, വീവേഴ്സ്, അയൺ സ്മെൽട്ടേഴ്സ് ആൻഡ് ഫാക്ടറി ഓണേഴ്സ്, അതിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടില്ല. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളത് വുമൺ കാസ്റ്റ് ആൻഡ് റീഫോമും നാഷണൽ മൂവ്മെന്റ് 1870 947 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പൊ 8, 9, 10 ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ഫ്രം ട്രേഡ് ടു ടെറിട്ടറി ചോദിച്ചു കാണാറുണ്ട്. ബാക്കി ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണിത്. 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റ് സൊസൈറ്റി, കൊളോണിയലിസവും, അതുപോലെ ഇതിൽ നിന്നും ചോദ്യങ്ങൾ അങ്ങനെ വന്ന് കാണുന്നില്ല കേട്ടോ. ഹിസ്റ്ററിക്ക് കൂടുതൽ ചോദ്യങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് വരുന്നില്ല. ജസ്റ്റ് നോക്കി വെക്കുക. 1, 2, 3 പെസൻസ് ആൻഡ് ഫാർമേഴ്സ് വരെ വായിച്ചു നോക്കുക. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും നാഷണലിസം ഇൻ ഇന്ത്യ, നോവൽ സൊസൈറ്റി ആൻഡ് ഹിസ്റ്ററി, പാർട്ടീഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് 1ഉം 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ പ്രിന്റ് കൾച്ചറും മോഡേൺ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം. നോവൽ സൊസൈറ്റി ഹിസ്റ്ററി വേണമെങ്കിൽ വായിച്ചാൽ മതി. പക്ഷെ നമ്മൾ ലിസ്റ്റ് പറയുമ്പോൾ എല്ലാം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇൻ കേസ് ചോദിച്ചാലോ, നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുണ്ട് അതിനകത്ത്. ഇനി 12ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴോ, 10 കഴിഞ്ഞാൽ 11ൽ കുറവാണ് കേട്ടോ. 12ാം ക്ലാസ്സിലേക്ക് വരുമ്പം ഈ വിജയനഗര സാമ്രാജ്യം ഉണ്ടല്ലോ, അത് PSCയുടെ ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചു കാണാറുള്ളതാണ് കേട്ടോ. മെയിൻസിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സോ വേണമെങ്കിൽ നോക്കിയാൽ മതി. പിന്നെ ഈ കൊളോണിയലിസം ആൻഡ് ദ കൺട്രി സൈഡ് എന്ന് പറയുന്നത് നോക്കുന്നത് നന്നായിരിക്കും. റിബൽ ആൻഡ് ദ രാജ്, ഇത് നോക്കണം. മഹാത്മാഗാന്ധി ആൻഡ് നാഷണൽ ലിസ്റ്റ് മൂവ്മെന്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ 12ാമത്തെ ക്ലാസ്സിലെ ഈ ചാപ്റ്ററും അതുപോലെ ഈ പറഞ്ഞ കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ്, റിബൽ ആൻഡ് രാജ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കണം. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പം 9ാം ക്ലാസ്സിലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ഹിസ്റ്ററി NCERT വൈസ് ചോദ്യങ്ങൾ വരുന്നത് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ റഷ്യൻ റവല്യൂഷനും സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് റഷ്യൻ റവല്യൂഷൻ, അത് രണ്ടും ചോദിക്കാറുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെ ഈ ഒരു റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പും അതുപോലെ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനും ചോദിക്കാറുണ്ട്. അത് രണ്ടും പഠിക്കാം. 11ാം ക്ലാസ്സിലെ പാത്ത് ടു മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്.
അപ്പൊ ഇത്രയും എല്ലാം നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് അത്രയെങ്കിലും ഒന്ന് നോക്കണം. ഓക്കെ, ഇനി ജോഗ്രഫിയിലേക്ക് വരാം. ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും നോക്കാൻ നേരം കിട്ടാത്തവരാണെങ്കിൽ, അതായത് ഞങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയുമ്പം എൻ്റെ ഒരൊറ്റ സജഷനേ ഉള്ളൂ, നിങ്ങൾ ഇതൊന്നും നോക്കിയില്ലെങ്കിലും നേരെ നിങ്ങൾ ഈ 11ാം ക്ലാസ്സിലേക്ക് വരിക. 11ാം ക്ലാസ്സിലെ 15 ചാപ്റ്റർ നോക്കിയാൽ അത്രയും നല്ലത്. കാരണം 11ാം ക്ലാസ്സിലെ ഈ 15 ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മൾ ഇത്രയും നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. ഓക്കെ, അപ്പം ബാക്കി നോക്കേണ്ടവർക്ക് വേണമെങ്കിൽ നോക്കാം. 7ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് തൊട്ട് വേണമെങ്കിലേ നോക്കാം. എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം, ഗ്ലോബൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, മോഷൻ ഓഫ് ദി എർത്ത്, മാപ്പ് ഇവിടുന്ന് നോക്കി പഠിച്ചോളൂ. മേജർ ഡൊമൈൻസ് ഓഫ് ദി എർത്ത്, അവർ കൺട്രി ഇന്ത്യ, ഇന്ത്യയുടെ ക്ലൈമറ്റ് വെജിറ്റേഷനും വൈൽഡ് ലൈഫും വളരെ ബേസിക് ആയിട്ട് അവിടെ തുടങ്ങും. 7ാം ക്ലാസ്സിലെ എൻവയോൺമെന്റ്, ഇൻസൈഡ് അവർ എർത്ത്, അതൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. പിന്നെ ചേഞ്ചിങ് എർത്ത്, എയർ, അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. വാട്ടർ, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് 7ന്റെ ബാക്കിയാണ്. പിന്നെ ഹ്യൂമൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷന്, ട്രാൻസ്പോർട്ട്, സെറ്റിൽമെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കിയില്ലെങ്കിലും സാരമില്ല. 8ാം ക്ലാസ് തൊട്ട് നോക്കുന്ന സമയത്ത് 8ലെ റിസോഴ്സും, ലാൻഡ്, വാട്ടർ, സോയിൽ, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് റിസോഴ്സ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഹ്യൂമൻ റിസോഴ്സ് നോക്കുന്നവർക്ക് നോക്കാം. 9ാം ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സൈസ്, ലൊക്കേഷൻ ഇത് നോക്കണേ. ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ നോക്കണം. ഇന്ത്യയുടെ റിവർ സിസ്റ്റം, ഇന്ത്യയുടെ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, പോപ്പുലേഷൻ. അപ്പം നിങ്ങൾക്ക് 6, 7, 8 നോക്കാൻ നേരം ഇല്ലാത്തൊരു 9ാം ക്ലാസ് വിട്ടുകളയരുത്. 9ാം ക്ലാസ് ഫുള്ളായിട്ട് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് നോക്കണം. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് നോക്കാം. അഗ്രികൾച്ചർ വേണമെങ്കിൽ നോക്കാം. മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് നോക്കാം. ലൈഫ് ലൈൻ നാഷണൽ എക്കണോമി നോക്കാം. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് വേണമെങ്കിൽ വായിക്കാം. 9ാം ക്ലാസ് ഒഴിവാക്കരുത്. നേരെ 11ാം ക്ലാസ്സിലേക്ക് പോവുക. നമുക്കുള്ള കംപ്ലീറ്റ് പോയിന്റ്സും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 11ാം ക്ലാസ്സിലെ ജോഗ്രഫി പഠിച്ചാൽ നമുക്ക് ജോഗ്രഫിയുടെ 5 മാർക്ക് ഉറപ്പിക്കാം. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള എർത്തിന്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, ഓഷൻ കറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മിനറൽസ്, റോക്സ്, അറ്റ്മോസ്ഫിയർ, വേൾഡ് ക്ലൈമറ്റ്, ഇന്ത്യൻ ക്ലൈമറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. അതിന്റെ തന്നെ പാർട്ട് 2വിനകത്ത് 2 പുസ്തകങ്ങളുണ്ടല്ലോ. +1 പാർട്ട് 1നകത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ജോഗ്രഫി, ബേസിക് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫി വരുന്ന സമയത്ത് ഇന്ത്യയുടെ ലൊക്കേഷന് കുഞ്ഞൊരു ചാപ്റ്റർ അത് ഫസ്റ്റിലത്തെ. പിന്നെ സ്ട്രക്ചറും ഫിസിയോഗ്രഫിക്കകത്തു നിന്നാണ് എപ്പോഴും ചോദ്യം വരുന്നത്. പിന്നെ റിവർ സിസ്റ്റത്തിനകത്ത് എല്ലാം ഉണ്ട്. നമുക്ക് അറിയേണ്ട സിന്ധു നദിയും ഗംഗാ നദിയും അതുപോലെ ഉപദ്വീപീയ നദിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ക്ലൈമറ്റ് സ്ഥിരം ചോദ്യമാണ്. എൽനിനോ, ലാനിനോ കഴിഞ്ഞ പ്രാവശ്യം വന്നൊക്കെ അവിടെ നിന്നാണ്. നാച്ചുറൽ വെജിറ്റേഷൻ ആയിക്കോട്ടെ അതെല്ലാം അവിടെ ഉണ്ട്. നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എല്ലാം അവിടെ ഉണ്ട്. ഇനി ക്ലാസ് 12ലേക്ക് വരുമ്പം നിങ്ങളെല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർനാഷണൽ ട്രേഡ് പോലെയുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒന്നും നോക്കിയില്ലെങ്കിലും +1ന്റെ 2 ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണേ. അത് കഴിഞ്ഞ് എക്കണോമിക്സിലേക്ക് വരുമ്പം എക്കണോമിക്സിൽ 9ാം ക്ലാസ്സിൽ 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഒന്ന് പീപ്പിൾ ആസ് റിസോഴ്സും, 2 ഫുഡ് സെക്യൂരിറ്റി, അതാണുള്ളത്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി ഉണ്ടല്ലോ, അത് നമുക്ക് സിലബസിലുണ്ട്, അത് പഠിക്കുക. ഈ മണി ആൻഡ് ക്രെഡിറ്റിനകത്ത് നമ്മുടെ ബാങ്കിങ്ങുമായിട്ടുള്ള ചോദ്യങ്ങളുടെ ബേസ് കിടപ്പുണ്ട്, വേണമെങ്കിൽ പഠിക്കാം. ഗ്ലോബലൈസേഷനും ഇന്ത്യൻ എക്കണോമി നോക്കി വെക്കുക. കൺസ്യൂമർ റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്യൂമർ റൈറ്റ് പഠിക്കണം. ഓക്കെ, 11ാം ക്ലാസ് ആണ് പിന്നെ പഠിക്കേണ്ടത്. നിങ്ങൾ 9, 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അതൊന്നും നോക്കാൻ നേരമില്ലെങ്കിൽ നിങ്ങൾ 11ഉം 12ഉം നോക്കിയാൽ മതി. ഇപ്പൊ 11നകത്താണെങ്കിൽ എന്താണ് ഇൻഡിപെൻഡൻസിന്റെ ശേഷമുള്ള മാറ്റങ്ങൾ, അതിനകത്ത് ഈ പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LPG കാര്യങ്ങൾ, ഇന്ത്യൻ എക്കണോമി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അത് 3ാമത്തെ ചാപ്റ്റർ. അതുപോലെ എന്താണ് ഇന്ത്യൻ എക്കണോമി 50 തൊട്ട് 90 വരെ എങ്ങനെയായിരുന്നു, അതെല്ലാം അവിടെയുണ്ട്. ഹരിത വിപ്ലവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം +1നകത്ത് ഇന്ത്യൻ ആ ഒരു മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റ് ഇതിനകത്തുണ്ട്. സെക്കൻഡ് 12ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് മാക്രോ എക്കണോമിക്സിനകത്ത് നമുക്ക് വേണ്ട എല്ലാ പോയിന്റ്സും സ്ഥിരമായിട്ട് ചോദിക്കുന്ന മണി ആൻഡ് ബാങ്കിങ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അതുപോലെ ഗവൺമെന്റ് ബഡ്ജറ്റ് എക്കണോമി, ഓപ്പൺ എക്കണോമി, മാക്രോ എക്കണോമിക്സ്, ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കരുത്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടും പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ കൂടുതലായിട്ട് ഇത് പറയുന്നത്. നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത, ഒരിക്കലും ഒഴിവാക്കരുതാത്ത 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ജോഗ്രഫി +1 ആൻഡ് +2 മാക്രോ എക്കണോമിക്സ്, എക്കണോമിക്സിന് വേണ്ടിയിട്ട്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാം ക്ലാസ്സിന്റെ സിവിക്സ് ആണ് നോക്കേണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സെക്യുലറിസം, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെക്യുലറിസം,
വൈ ഡു വി നീഡ് എ പാർലമെന്റ്, അണ്ടർസ്റ്റാൻഡിംഗ് ലോ, ജുഡീഷ്യറി എന്ന് പറയുന്ന 5 ചാപ്റ്റർ ഉണ്ട് സിവിക്സിനകത്ത് 8. ആറാമത്തേത് അണ്ടർസ്റ്റാൻഡിംഗ് അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, കൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ. ഇതിനകത്ത് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നോക്കുക. 9ാം ക്ലാസ്സിൽ വാട്ട് ഈസ് ഡെമോക്രസി, വൈ ഈസ് ഡെമോക്രസി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ, ഇലക്ട്രൽ പൊളിറ്റിക്സ്, വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രാറ്റിക് റൈറ്റ്. ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഇതും നോക്കുക. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴും പവർ ഷെയറിങ്, ഫെഡറലിസം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പവർ ഷെയറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പൊളിറ്റിക്കൽ പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്, ഔട്ട്കം ഓഫ് ഡെമോക്രസി ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് 1ലേക്ക് വരുമ്പോഴാണ്, പ്ലസ് 1ൽ വരുമ്പം സിവിക്സ് അല്ല, അവിടെ പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് മാറും. ഒന്നും നോക്കാൻ നേരമില്ലാത്തവര് പ്ലസ് 1ലേക്ക് വരിക, പ്ലസ് 1ന്റെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഫെഡറലിസം, ലോക്കൽ ഗവൺമെന്റ്. നമുക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്, ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. 8 ചാപ്റ്റർ എങ്കിലും മിനിമം നോക്കണേ. പിന്നെ പ്ലസ് 1 നോക്കുന്ന സമയത്ത് പ്ലസ് 2ൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലുതായിട്ട് പഠിക്കാനില്ല. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൂടുതലായിട്ട് നമ്മൾ അടുത്ത പ്രിലിമിനറിക്ക് എഴുതുന്നവരോടാണ്. മെയിൻസുകാർ അവിടെ നിർത്തിക്കോ വീഡിയോ. അപ്പൊ പ്രിലിംസിന് എഴുതാൻ പോകുന്നവര് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ 10 വരെയുള്ള NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പല ക്വസ്റ്റ്യൻസ് ഇപ്പൊ പ്ലസ് 2 NCERTയിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന് എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ നിന്നും എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് 2 വട്ടം ഞാൻ കൊടുത്തിട്ടുണ്ട്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന 12ാം ക്ലാസ്സിലെ ഒരു 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ ജസ്റ്റ് എല്ലാം പഠിക്കാൻ വയ്യാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതിന്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പം അത് നോക്കി പഠിച്ചാലും മതി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഗ്രി പ്രിലിംസ് മെയിൻസ് ഫോക്കസ് ചെയ്തവര് ഒഴിവാക്കരുതാത്ത NCERT ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ പുതിയ SCERT ചാപ്റ്റേഴ്സിനകത്ത് ഒരുപാട് NCERT പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ മാർക്ക് നഷ്ടപ്പെടരുത്, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.